അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ അൽ ഇജാബ പ്രോഗ്രാമിൽ ബഹുമാനനായ ഫൈസൽ മൗലവിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് കോളിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ എഴുതി കിട്ടിയതാണ് ഇന്ന് നാം എടുക്കുന്നത്. നാം നേരെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. മൗലവി, ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യമാണ്, KM മൗലവിയുടെ ഫത്വകൾ എന്ന ഒരു പുസ്തകത്തിൽ തെമീമത്തിൻ്റെ ഉറുക്കു കെട്ടുന്നതിൻ്റെ വിവരണത്തിൽ ഉറുക്കു കെട്ടുന്നതിൻ്റെയും മന്ത്രിക്കുന്നതിൻ്റെയും ഫലം പറയുന്നത് കാണപ്പെട്ടു. അതിൽ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസും തെളിവായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ എഴുതിയത് അതുപോലെ ഖുർആൻ ഓതി കയ്യിൽ കെട്ടുന്നത് എന്നിവ അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറുക്ക് കെട്ടൽ പൊതുവായി പറയുമ്പോൾ അത് വിലക്കപ്പെട്ട കാര്യമാണ്. ധാരാളം ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട വിരോധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി റുഖ വത്തമാഇമ വത്തിബലത്ത ഷിർക്കുൻ എന്ന ഹദീസ് മുതൽ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ വിരോധിച്ചതായി വന്നിട്ടുണ്ട്. ഉറുക്കുകൾ, ഏലസുകൾ, തെറ്റായ മന്ത്രങ്ങൾ എന്നിവയെല്ലാം ഷിർക്കാകുന്നു എന്നാണ് ആ ഹദീസിൻ്റെ ആശയം. അതുപോലെ മൻ തഅല്ലഖ ശൈഅൻ വുക്കില ഇലൈഹി, വല്ലതും കെട്ടിബന്ധിച്ചാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും. അഥവാ റബ്ബ് അവനെ കൈയൊഴിയും. പിന്നെ അവൻ്റെ മൊത്തം അവൻ്റെ ഫലമേൽപ്പിക്കൽ ഇതിലേക്കായി മാറും എന്ന ആശയത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബിമാരും ധാരാളമായി ഇതിനെതിരെ പ്രതികരിച്ച വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ വന്നിട്ടുമുണ്ട്. KM റഹിമഹുല്ലാ ജീവിതകാലത്ത് നൽകിയ ഫത്വകൾ അത് പിന്നീട് ക്രോഡീകരിച്ചതാണ് ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച ആ ഒരു ഫത്വകൾ എന്ന പേര് യുവതയാണ് ആ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ KM റഹിമഹുല്ലയുടെ ജീവിതകാലത്ത് വന്ന ഒട്ടനവധി ചോദ്യങ്ങൾ, അതിൽ ഉറുക്ക് ഏലസുമായി ബന്ധപ്പെട്ട് KM റഹിമഹുല്ല ധാരാളമായി അതിൻ്റെ ഇസ്ലാമിക വശം പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് KM റഹിമഹുല്ല. പൊതുവെ ആളുകൾക്ക് ധാരണ, മന്ത്രം എന്ന് പറയുമ്പോഴേക്ക് ഒരു മന്ത്രവും പാടില്ല എന്നൊരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. അത് ഈ ചോദ്യത്തിൽ നമുക്ക് പ്രകടമാണ്. എന്നാൽ KM റഹിമഹുല്ല രണ്ടാക്കി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ശരിയായ മന്ത്രം ഏതാണ് എന്നും തെറ്റായ വിലക്കപ്പെട്ട മന്ത്രം ഏതാണ് എന്നും അദ്ദേഹം വ്യക്തമായി പഠിപ്പിച്ചു. സൂറത്ത് ഫലക്ക്, സൂറത്ത് നാസ് അടക്കമുള്ള സൂറത്തുകൾ, ആയത്തുൽ കുർസി, ഫാത്തിഹ അടക്കമുള്ള വചനങ്ങൾ, ഇവയെല്ലാം വെച്ചുകൊണ്ട് മന്ത്രിക്കുന്നതിൻ്റെ ശരിയായ വശം, അതിൻ്റെ ഗുണഫലങ്ങൾ അതെല്ലാം KM റഹിമഹുല്ല പഠിപ്പിക്കുകയും അത് അദ്ദേഹം ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ ഫത്വകളിൽ ധാരാളം ചോദ്യങ്ങൾ, ഉറുക്ക്, ഏലസ്, മന്ത്രം, ഈ സമാനമായ വിഷയങ്ങളുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ ഉറുക്ക് കെട്ടലുമായി ബന്ധപ്പെട്ട് അത് പാടില്ല എന്നും അത് വിലക്കപ്പെട്ട കാര്യമാണ് എന്നൊക്കെ വ്യക്തമായി പഠിപ്പിക്കുകയും എന്നാൽ കർമ്മശാസ്ത്രപരമായി ആ രംഗത്തുള്ള ചില ചർച്ചകൾ KM റഹിമഹുല്ല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉറുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ പാടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന ചർച്ച പഴയകാലം മുതൽ തന്നെ ഉണ്ട്. കാരണം ശിർക്ക് വരാൻ കാരണം, അല്ലെങ്കിൽ ഹറാം വരാൻ കാരണം ഇത് റബ്ബിൽ പങ്കുചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കുന്ന, അതുപോലെ നബിതങ്ങൾ പഠിപ്പിക്കാത്ത മാർഗം സ്വീകരിക്കുന്ന വഴികളൊക്കെ വരുമ്പോഴാണല്ലോ ശിർക്കും ബിദഅത്തുമെല്ലാമായി മാറുക. അതൊന്നുമല്ലാതെ ഖുർആനിൽ വന്ന ചില വചനങ്ങൾ എഴുതി കെട്ടാമോ അല്ലെങ്കിൽ ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ എഴുതി കെട്ടാമോ എന്നൊക്കെ ചർച്ചകൾ പഴയകാലം മുതൽ തന്നെ ഫുഖഹാക്കൾക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ KM തൻ്റെ സൂക്ഷ്മതയുടെ ഭാഗമായി ചർച്ചയിൽ കൊണ്ടുവന്നുവെന്നല്ലാതെ അത് KM മാത്രമല്ല, അത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് തൗഹീദിൽ ഈ ഉറുക്ക് ഏലസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അവിടെ ഈ ഒരു വീക്ഷണവ്യത്യാസമുള്ള ഭാഗം അദ്ദേഹം പരാമർശിച്ചു പോയത് കാണാൻ കഴിയും. അതുപോലെ അതിൻ്റെ ശറഹുകളായി എഴുതപ്പെട്ട ഒട്ടുമിക്ക ശറഹുകളിലും ആ ചർച്ച വന്നിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായി നമ്മൾ പറയുമ്പോൾ പൊതുവേ നമുക്കതിൽ പറയാവുന്ന ആ കവാടം അടക്കുക എന്ന നിലക്ക് പറയാവുന്നത് ഏതാണെങ്കിലും ശരി, ഉറുക്കുകൾ ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. അത് ഖുർആനാവട്ടെ, ഹദീസാവട്ടെ, അല്ലാത്തതാവട്ടെ, ഏതാണെങ്കിലും. കാരണം ഒരു കവാടം തുറക്കലായി മാറും. ആ കവാടത്തിലൂടെ കയറി പിന്നീട് ഈ വേർതിരിവില്ലാതെ എല്ലാം സ്വീകരിക്കുന്ന വഴിയുണ്ടാകും. അതുകൊണ്ട് ഫിഖ്ഹിൽ അങ്ങനെ ചർച്ചയുണ്ടെന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ പൊതുവേ ഈ ഹദീസിനൊക്കെ പൊതുവായ വെളിച്ചത്തിൽ പറയുമ്പോൾ ഇത്തരം കെട്ടിബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അത് പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് പറയുക. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ പോകാൻ വേണ്ടത്.
രണ്ടാമത്തെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമായിക്കൊണ്ടൊരു സഹോദരൻ്റെ ഒരു ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത്, നല്ല വേഷത്തിലും വൃത്തിയിലും ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് അയാളുടെ അടുത്ത് വരും, അയാളോട് നന്നായി സംസാരിക്കും. എന്നാൽ ആ വ്യക്തിയെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. കൂട്ടത്തിൽ വന്നാൽ അയാൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ജിന്നായിരിക്കുമെന്ന് അവർ തന്നെ എന്ത് ചെയ്യുന്നു, നിഗമനം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഈ ആൾ ഫോണിൽ വരെ വിളിച്ച് ബന്ധപ്പെടാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഒരിക്കൽ ഫോണിൽ വിളിച്ച് അയാളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇയാളെ കാണാൻ വേണ്ടി നിങ്ങളൊരു മക്കാമിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയും, അപ്പോൾ അവർ തമ്മിൽ എന്തായി ചർച്ച ചെയ്യുക, അത് ചീത്ത ജിന്നാണ് എന്ന് പറഞ്ഞവർ മനസ്സിലാക്കി ആ സുഹൃത്ത് ബന്ധം അവർ ഉപേക്ഷിച്ചു. ഇങ്ങനെ ഫോണിലൊക്കെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ സംശയമായി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തെറ്റായ ധാരണകൾ, ധാരാളം അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് പൊടിപ്പുന്നുകളിൽ വെച്ച കഥകൾ എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം കഥകൾ ആവശ്യമില്ലാത്തവ വായിക്കുകയും കേൾക്കുകയും അതിന് പിന്നാലെ പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില മാനസികമായ ചില സാഹചര്യങ്ങളുണ്ടാവും. അതൊക്കെ ആയിരിക്കാം ഈ സുഹൃത്തിനും എന്ന് നമുക്കതിൽ ഇത് കേൾക്കുമ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ജിന്നങ്ങനെ സാധാരണയായി ഫോൺ വിളിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേഷം നമ്മുടെ മുമ്പിൽ വന്നു, എന്തെങ്കിലും എപ്പോഴും ഇടപഴകുന്നു, അങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്കത് അതിൽ പൊതുവൽക്കരിച്ച് പറയാൻ ഏതായിരുന്നാലും പ്രമാണങ്ങൾ പിൻപൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ജിന്നുകൾ അവരുടെ ലോകത്ത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരുപാട് മേഖലകളുണ്ടാവാം. ആ മേഖലകളിൽ അവർ ജീവിക്കുന്നു. അവർ കുടുംബമായി, മക്കളായി, അവർ ഒരു സ്വതന്ത്ര സമൂഹമായി അവർ ജീവിക്കുന്നു. മതപരമായ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. നരകസ്വർഗത്തിൻ്റെ താക്കീതുകൾ, അതിൻ്റെ വാഗ്ദാനങ്ങൾ അവർക്കത് ബാധകമാണ്. പ്രവാചകൻ്റെ ദഅവത്ത് അവർക്ക് കൂടി ബാധകമാണ് എന്നൊക്കെയല്ലാതെ നമ്മുടെ ഇടയിൽ സ്ഥിരമായി വന്നും ഇടപഴകുകയും ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം ജിന്നുകളും മനുഷ്യന്മാരും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയാൻ പ്രമാണങ്ങളെ പിൻബലം ഏതായിരുന്നാലും അതിലൊന്നും ഇല്ല. പിന്നെ ഇത്തരം ചില തോന്നലുകൾ ആളുകൾക്കുണ്ടായേക്കാം. മാനസികമായ ചില കാരണങ്ങളാൽ അങ്ങനെ പലതുമൊക്കെ കയറി വന്നേക്കാം. അതുമാത്രം ചിന്തിച്ചും ആലോചിച്ചും നടക്കുന്ന ആളുകൾ പക്ഷേ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഇങ്ങനെയൊക്കെയാണ് എന്ന് തോന്നിയേക്കാം. അതൊക്കെ പലപ്പോഴും അതിൽ 99% കേവല തോന്നലുകൾ മാത്രമായിട്ടാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് വസ്വാസുകൾ പോലും പറയുമ്പോൾ പണ്ഡിതന്മാർ ആ കവാടം അടക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ് പലപ്പോഴും നൽകിയതായി കാണുക. അതൊക്കെ എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് ഇപ്പം നബിതങ്ങൾ പോലും പറഞ്ഞുവല്ലോ, നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് ഉദു മുറിഞ്ഞു എന്ന തോന്നൽ പിശാചുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ തന്നെ പറഞ്ഞു. വ്യക്തമായി ഉദു മുറിഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നീ നിസ്കാരം മുറിച്ചു പോകേണ്ടതുള്ളൂ, തോന്നലിൻ്റെ പേര് മാത്രം പോകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹിമയുടെ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബിൽ അദ്ദേഹം ഒരു പണ്ഡിതൻ്റെ ഒരു സംഭവം നൽകുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് സംശയം ചോദിക്കുകയാണ്. ഞാൻ വുളൂ ചെയ്യുമ്പോൾ എനിക്ക് മുഖം കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഞാൻ മുഖം കഴുകിയിട്ടില്ല, കൈ കഴുകിക്കഴിഞ്ഞാൽ കൈ കഴുകിയിട്ടില്ല എന്നിങ്ങനെ തോന്നുകയാണ്, ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് നീ നിസ്കരിക്കലേ വേണ്ട എന്നുവരെ അദ്ദേഹം അത്ര ശക്തമായി അതിനെ അടച്ചാക്ഷേപിച്ച സന്ദർഭങ്ങൾ വരെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊന്നും നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അതായിരിക്കാം ജിന്നായിരിക്കാം എന്ന് വിചാരിക്കുക. അങ്ങനെ ജിന്നാണെന്ന് നിഗമനം എത്താൻ അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനമുള്ളത്? എന്നിട്ട് പിന്നെ അത് ചീത്ത ജിന്നാന്ന് തീരുമാനിക്കൊക്കെ അയാൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ വഴിക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളൊരാളെ കണ്ടാൽ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു, മനുഷ്യന്മാരോട് ഇടപഴകുന്ന പോലെ അയാൾ ഇടപഴകുന്നു എന്നല്ലാതെ ഒരാളെ കാണുമ്പോഴേക്ക് ജിന്നാവെന്ന് വിചാരിക്കുക, പിന്നെ ഫോൺ ചെയ്ത് അയാളെന്ന് വിചാരിക്കുക, അതൊക്കെ ചില മാനസികമായ ചില രോഗങ്ങളുടെ കാരണമായി കൂടി ഉണ്ടായേക്കാവുന്ന കാര്യമാണ്. പിന്നെ ആ സുഹൃത്തിൻ്റെ അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അത് അദ്ദേഹമാണ് പറയേണ്ടത്. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധാരണഗതിയിൽ മനുഷ്യരും ജനങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്ന് പറയാൻ പ്രമാണങ്ങളെ പിൻബലം നമുക്ക് ഏതായാലും കാണാൻ കഴിയുന്നില്ല. അല്ലാഹു അഅലം. മറ്റൊരു സഹോദരൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് അദൃശ്യവും അഭൗതികവുമാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെയാണെങ്കിൽ ജിന്നിനോടുള്ള മനുഷ്യൻ്റെ എല്ലാ സഹായത്തേട്ടവും അഭൗതികവും അതുവഴി ഷിർക്കും അല്ലേ? അതുപോലെ തന്നെ മനുഷ്യന് ജിന്നുമായി ബന്ധപ്പെടാൻ കാര്യകാരണ ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യം, ആപേക്ഷികമായി അദൃശ്യം, അഭൗതികം എന്ന് പറയുമ്പോൾ അത് ജിന്നു മാത്രമല്ല, ചില മനുഷ്യന്മാർ തന്നെ മറ്റു മനുഷ്യന്മാർക്ക് ആപേക്ഷികമായി അദൃശ്യരായി മാറും. ഇപ്പോൾ നമ്മൾ റൂമിലിരുന്ന് സംസാരിക്കുന്നു, ഈ ചുമരുകൾക്ക് അപ്പുറത്ത് ഒരാളുണ്ടെങ്കിൽ നമ്മളയാളെ കാണുന്നില്ല, അയാളെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആപേക്ഷികമായി അയാൾ അദൃശ്യമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സംസാരം അയാൾ ഒരു പക്ഷേ കേൾക്കുന്നു എന്ന് വിചാരിച്ചാൽ അദൃശ്യമാർഗത്തിലെ കേൾവി അയാൾക്കുണ്ട് എന്ന് വിശ്വസിച്ചു എന്ന് വരുമോ? ഇല്ലല്ലോ. നമ്മളയാളെ കാണുന്നില്ലെങ്കിലും അയാളൊരു പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് നമ്മെ കാണുന്നുണ്ടാവും എന്ന് വിചാരിച്ചാൽ അയാൾക്ക് അദൃശ്യമായ കാഴ്ച ഉണ്ട് എന്ന് വിശ്വസിച്ചു എന്ന് വരുമോ? ഇല്ല. അത് ആപേക്ഷികമാണ്. അതാണ് നമ്മൾ ജിന്നിൻ്റെ വിഷയത്തിലും പറഞ്ഞത്. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണ്.
അത് ആപേക്ഷികമാണ്. മനുഷ്യൻ്റെ കണ്ണിൽ സാധാരണഗതിയിൽ കാണാവുന്ന ഒരു സിസ്റ്റമല്ല ജിന്നുകൾക്കുള്ളത്. നമുക്കവരെ കാണാനോ കേൾക്കാനോ സാധാരണഗതിയിൽ വഴികളൊന്നും ഇല്ല. അവർ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് താനും. അപ്പോൾ ആപേക്ഷികമായി നമുക്ക് ജിന്നുകൾ അദൃശ്യരാണ്, മലക്കൾ അദൃശ്യരാണ്, മനുഷ്യന്മാർ പോലും പലപ്പോഴും നമുക്ക് അദൃശ്യരായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം അവരോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും അദൃശ്യമായ ചോദ്യമായി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ സൂചിപ്പിച്ച പോലെ ഈ ചുമലിന് അപ്പുറത്തുള്ള ഒരു മനുഷ്യൻ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നു എന്ന് വിശ്വസിച്ച ശിർക്കായി മാറും. ഒരു ജിന്ന് വിഷയത്തിൽ തന്നെ ഇപ്പം നമ്മുടെ സംസാരം ജിന്നുകൾ കേൾക്കുന്നുണ്ടാകാം എന്നൊരാൾ വിശ്വസിച്ചാൽ ആ ജിന്നിന് അദൃശ്യമായ കേൾവി വകവെച്ച് കൊടുത്തു, അവിടെ അത് ശിർക്കായി മാറി എന്നാരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. ജിന്നുകൾ നമ്മെ കാണുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ മലക്കൾ നമ്മളെ കാണുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ, ആ വിശ്വാസപ്രകാരം മലക്കുകൾക്ക് അദൃശ്യമായ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട് എന്ന് ഇയാൾ വിശ്വസിച്ചു എന്നൊരാൾ പറയുമോ? ഇല്ല. ആ അദൃശ്യവും അഭൗതികവും ആപേക്ഷികമാണ്. അത് ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റു സന്ദർഭത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. കാണാവുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇല്ലെങ്കിൽ കാണാൻ കഴിയുകയുമില്ല. എന്നാൽ തൗഹീദ് ശിർക്കിൽ പറയുന്ന അദൃശ്യം അഭൗതികം എന്നുള്ളത് ആപേക്ഷികമല്ല. അവിടുത്തെ അദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യമാവാത്തത് എന്ന അർത്ഥമല്ല. തൗഹീദ് ശിർക്ക് വിഷയത്തിൽ അദൃശ്യമായത് എന്ന് പറഞ്ഞാൽ ദൃശ്യമാവാത്തത് എന്ന ബാഹ്യമായ അർത്ഥമല്ല, നേരെ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥമാണ്. കെ.എം. മൗലവി റഹിമത്തുള്ളയുടെ അദ്ദുആഉൽ ഇബാദ തുടങ്ങിയ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി അദ്ദേഹം അങ്ങനെ തന്നെ അത് പ്രത്യേകം എടുത്ത് വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതീതമായത്. അപ്പോൾ ജിന്നുകൾ നമ്മെ കാണും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്ന തലമുണ്ട്, അല്ലാത്ത തലമുണ്ട്. ഉദാഹരണമായി മുഹീദ്ദീൻ ശൈഖ് നമ്മളെപ്പോൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണല്ലോ. തേടേണ്ട കാര്യമില്ല, സഹായം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ സംസാരം മുഹീദ്ദീൻ ശൈഖ് ഇറാഖിലെ ഖബറിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. എന്തുകൊണ്ട് വന്നു? മുഹീദ്ദീൻ ശൈഖിന് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകളെല്ലാം അവസാനിച്ചു, അദ്ദേഹം മരിച്ചു പോയപ്പോൾ. ഇനി ആ വ്യവസ്ഥകൾക്ക് അതീതമായുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ സംസാരം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്ന വിശ്വസിക്കുമ്പോൾ തന്നെ അഭൗതികമായ അദൃശ്യമായ കേൾവിയുണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അങ്ങനത്തെ ധാരണയ്ക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ ഒരു മരിച്ചുപോയ ജിന്ന് നമ്മുടെ ഈ സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. ലോകത്തെവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. എന്നാൽ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നാ ശബ്ദം കേൾക്കാം എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാകുന്നില്ല. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമായി. അപ്പോൾ തൗഹീദ് ശിർക്ക് പറയുന്ന അദൃശ്യം, അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്കതീതം, അസാധാരണം, മറഞ്ഞ വഴി എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾക്കതീതമായ കാര്യകാരണ സംവിധാനങ്ങൾക്ക് അതീതമായ കാഴ്ച, കേൾവി, അറിവ്, കഴിവ് എന്നിവയാണ് തൗഹീദ് ശിർക്കിൽ നാം വിവക്ഷിക്കുന്നത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ശിർക്ക് വന്നു. ജിന്നിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഒരാൾ ജിന്നോട് തേടിയിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല, ജിന്നുമായി മനസ്സ് ബന്ധപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ലോകത്തെ എവിടെയുമുള്ള ജിന്നുകൾക്ക് എൻ്റെ സംസാരം കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചാൽ തന്നെ അവിടെ ജിന്നിന് അഭൗതികമായ കേൾവി, അഭൗതികമായ കാഴ്ച ഇയാൾ വകവെച്ചു കൊടുത്തു, അത് ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടിയാലോ ആ തേട്ടം ദുആയായി, പ്രാർത്ഥനയായി, ഇബാദത്തായി മാറുകയും ചെയ്തു. ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പണ്ഡിതന്മാർ മിക്കവാറും ആളുകൾ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ മാറി 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 എഴുതുകയും പറയുകയും ചെയ്തു പോകുന്ന യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കെ.എം. മൗലവിയുടെ അദ്ദുആഉൽ ഇബാദ അതിൻ്റെ 5-6 പേജുകളിൽ വളരെ വ്യക്തമായി ഈ ഭാഗം അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ കഴിയും. കുഞ്ഞീദ് മദീനി റഹിമത്തുള്ളാഹി എഴുതിയ തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൻ്റെ 12-ാമത്തെ പേജിൽ ഈ ഭാഗമുണ്ട്. തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന പുസ്തകത്തിൻ്റെ 18-ാമത്തെ പേജിൽ ഈ ഭാഗം വിശദമായി പറയുന്നുണ്ട്. ചോദ്യങ്ങൾ മറുപടികൾ എന്ന KNM പ്രസിദ്ധീകരിച്ച AP അബ്ദുൽ ഖാദർ മൗലവി അൽമനാൻ മാസിക നൽകിയ മറുപടികളുടെ സമാഹാരം, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യമാണ് ആദ്യം തന്നെ അവിടെ പരാമർശിച്ച് കാണുന്നത്. അതുപോലെ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ ധാരാളം പുസ്തകങ്ങൾ, ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ, പിന്നെ ഏറ്റവും കൂടുതലായി പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ, ഗൈബ് എന്ന പുസ്തകത്തിലെല്ലാം വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ ഈ യാഥാർത്ഥ്യം വിശദീകരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു അഅലം. അതുപോലെ തന്നെ ഒരു സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ടല്ല, പിന്നെ ഏകദേശം പിശാചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സലഫിയത്ത് പഠിപ്പിക്കുന്ന ഒരു ഇൽമിൻ്റെ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ, അത് അറബി കോളേജ് പോലെയുള്ള സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയിൽ പിശാചിന് പ്രവേശിക്കുവാൻ കഴിയുമോ? അത് പിശാചിൻ്റെ ശല്യമുണ്ടാകുമോ എന്നാണ് ചോദ്യം. പിശാച്ച് എവിടെയും പ്രവേശിക്കാം. പിശാച്ചിൻ്റെ കൂടുതൽ ശ്രമങ്ങളുണ്ടാവാനും അത്തരം അവസരങ്ങളെ ഇല്ലാതാക്കാനും ശ്രദ്ധിക്കാനും തന്നെയാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അത് ഏതു മനുഷ്യൻ്റെയും പൊതുവായ തലത്തിൽ പറയുമ്പോൾ രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാച്ച് സഞ്ചരിക്കുമെന്ന പൊതുവായ ഹദീസ്.
ഉമർ ഖത്താബിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, ഉമർ ഖത്താബ് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് മറ്റൊരു വഴിക്ക് വഴിമാറി പോകും എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു സഹാബിയെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബദറിൽ പോലും പിശാച് വന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പിശാച് വരികയും എന്നിട്ട് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്ന സംഘങ്ങൾക്കിടയിൽ അവർക്ക് അവിശ്വാസികൾക്ക് മാനസികമായ ധൈര്യം നൽകുകയും ചെയ്ത് ഖുർആൻ തന്നെ എടുത്തു പഠിപ്പിച്ചു. എന്നാൽ അവസാനം മലക്കളെ കണ്ടപ്പോൾ പിശാച് അവിടുന്ന് പിന്തിരിഞ്ഞ് പേടിച്ചോടി എന്ന് ഖുർആൻ തന്നെ പരാമർശിക്കുന്നു. അപ്പം ബദറിൽ പോലും പിശാചുകൾക്ക് വരാൻ കഴിയുമെങ്കിൽ ഇൽമിന്റെ മജലിസ് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൂടാ. ചില സുരക്ഷകൾ അവിടെ ഉണ്ടാകും. ആ സുരക്ഷകൾ അവരിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് എന്ന് മാത്രം. അവരവിടെ വരാം. അപ്പോൾ നിസ്കാരത്തിന് നബി തങ്ങൾ പറഞ്ഞു സൊഫുകൾക്കിടയിൽ പിശാച് കയറും. അപ്പോൾ സുരക്ഷാ വഴികൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ സ്വീകരിക്കുക, അത് സുരക്ഷയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് കൂടെ വരും, അപ്പോൾ രക്ഷയ്ക്കുള്ള മാർഗ്ഗം ബിസ്മി ചൊല്ലുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക നമ്മൾ അവിടേക്ക് വേണ്ടതല്ലാതെ പള്ളിയിൽ പിശാച് കയറൂല, ഇൽമിന്റെ മജലിസിൽ പിശാച് കയറൂല എന്ന് പറയുകയില്ല. അതൊക്കെ പിശാചിന് പൊതുവെ ഇവിടെയും കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ചില വഴികൾ, ചില സുരക്ഷകൾ അല്ലാഹു റസൂൽ നിശ്ചയിച്ചു തന്നു. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ ഷർറ് ബാധിക്കാതിരിക്കാനുള്ള വഴിയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാദിർ ശൈത്വാൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. പിശാചിൻ്റെ കുതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉമ്മത്തിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു നല്ല ഒരു വേറിട്ട ഗ്രന്ഥമാണ് അത്. ലോക ചരിത്രത്തിൽ പ്രധാനമായും 3 പണ്ഡിതന്മാരാണ് ഈ വിശുദ്ധ കിതാബ് ആദ്യകാലത്ത് എഴുതിയത്. ഒന്ന് ഇബ്നു അബി ദുനിയയുടെ തൽബീസ് ഇബ്ലീസ് എന്ന പുസ്തകമാണ് ഈ വിഷയത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥം. അതുപോലെ ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബാണ് 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട 2ാമത് ഗ്രന്ഥം. മൂന്നാമത് ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ 3ാമതായി എഴുതപ്പെട്ട ഗ്രന്ഥം. പിന്നീട് അതിനുശേഷം ഈ ആധുനിക കാലത്ത് പലരും എഴുതിയിട്ടുണ്ട്. ഈ ഇഗാസത്തുൽ ലഹ്ഫാനിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, നന്മയുടെ ഏതു വഴിയിലേക്ക് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ സംഘമോ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ സമാനമായ സംഘം അവരുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെടും പിശാചുക്കളിൽ നിന്ന്. അദ്ദേഹം പറയുന്നത്, ഒരു 50 ആളുള്ള സംഘം ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടാൽ സമാനമായ ഒരു 50 അംഗ സംഘത്തെ പിശാചും അവരെ കൂടെ പറഞ്ഞേക്കും. ഇവിടെ ഉംറ ബാത്തിലാക്കാൻ, ഇവിടെ നിയ്യത്ത് ബാത്തിലാക്കാൻ, ഇവിടെ ഹജ്ജ് ഫസാദാക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ പരിശ്രമങ്ങൾ നടത്താനായി ഒരു 50 അംഗ സംഘം പോകുമ്പോൾ സമാനമായ ഒരു 50 അംഗ സംഘം അവരെ കൂടെ പിശാചു പറഞ്ഞേക്കും എന്ന് വരെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ നമുക്ക് കാണാൻ കഴിയും. വുളൂഇൻ്റെ വിഷയത്തിൽ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട പിശാചുക്കളുണ്ട് എന്ന് ഹദീസിൽ തന്നെ വന്നു. വലഹാൻ എന്ന് പറയുന്ന പിശാച്ചിനെ കുറിച്ച് ഉള്ള പരാമർശങ്ങളിൽ സാദുൽ മഅദിൽ ഇബ്നു ഖയ്യിം ഒക്കെ പറഞ്ഞ് കാണാൻ കഴിയും. അവൻ്റെ പ്രത്യേകമായ ഡ്യൂട്ടി തന്നെ വുളൂ ചെയ്യുന്ന ആളുകളെ വസ്വാസാക്കിയിട്ട് അവരെ വുളൂ ബാത്തിലാക്കുക എന്ന പണിയാണ് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നബിതങ്ങൾ തന്നെ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട ഹിൻസിബ് എന്ന് പറയുന്ന പിശാച്ചിനെ പറ്റി നബിതങ്ങൾ തന്നെ നമുക്ക് താക്കീത് ചെയ്തു. ദാക്ക ഷൈത്വാൻ യുഖാലു ഹിൻസിബ്, ഹിൻസിബ് എന്ന പേരുള്ള ഷൈത്വാനുണ്ട്. അവൻ്റെ ഡ്യൂട്ടി തന്നെ നിസ്കരിക്കുന്ന ആൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി, ഫിത്നയുണ്ടാക്കി നിസ്കാരം പിഴപ്പിക്കലാണ് അവൻ്റെ ശ്രമം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ആ വചനത്തെ വിശദീകരിക്കുന്നതിനകത്ത് അദ്ദേഹം പിശാചിൻ്റെ വ്യത്യസ്തമായ വഴികളെപ്പറ്റി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടെ ചർച്ച ചെയ്യുകയും സ്വതക്ക ചെയ്യുന്ന ആളുകളെ അവനെ പിന്നാലെ കൂടി അവനെ പിന്തിരിപ്പിക്കാനുള്ള വ്യത്യസ്തമായ വഴികൾ പിശാച്ച് ശ്രമിക്കുന്ന അതിനുള്ള അവൻ്റെ വ്യത്യസ്തമായ പ്ലാനുകളെ പറ്റിയൊക്കെ അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതു രംഗത്തും പിശാച്ച് കയറി വരാം. അവിടെ രക്ഷപ്പെടാനും അവൻ്റെ ഫിത്തനിൽ നമുക്ക് സുരക്ഷ ലഭിക്കാനുമുള്ള സുരക്ഷാ മാർഗ്ഗങ്ങളെ അല്ലാഹു റസൂലും പഠിപ്പിച്ചെന്നു. ആ മാർഗ്ഗങ്ങൾ സ്വീകരിക്കലാണ് നമ്മളവിടെ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. നമുക്ക് അടുത്തൊരു സംശയമുള്ളത്, ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിസ്ഡം സംഘടനയെക്കുറിച്ച് മോശമായി പറയുന്ന ചില വീഡിയോകൾ കാണാനിടയായി. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമായിരുന്നു. അതായത് ഏതൊരു പണ്ഡിതനാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ എന്താണോ ആ അടിസ്ഥാനത്തിലാണല്ലോ ചിന്തിക്കുക. നമ്മളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടോ തെറ്റായ നിലക്ക് ഫീഡ് ചെയ്യപ്പെട്ടിട്ടോ ഒക്കെ ആയി ചിലപ്പോൾ പക്ഷേ സംസാരിച്ചേക്കാം. അത് എന്നതുപോലെ ഷെയ്ഖ് റയീസിനെ ചില ആളുകൾ ആ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുകയും നമ്മളെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ ചിലത് അപ്പുറപ്പുറമൊക്കെ വെട്ടിയും മുറിച്ചും ഉണ്ടാക്കിയൊക്കെയായി ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തെ നമ്മളെക്കുറിച്ചൊക്കെ ധാരാളമായി അയച്ചു കൊടുക്കുകയും ഇവിടെ എന്തുണ്ടായാലും അതെല്ലാം അറബിക്ക് പരിഭാഷപ്പെടുത്തി എത്തിക്കുകയും ചെയ്യാൻ മാത്രം അതൊരു ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ചില മനുഷ്യന്മാരുണ്ട്. എത്രത്തോളം വെച്ചാൽ ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തമുണ്ടായി. ആ സമയത്ത് ഒരു നമ്മുടെ നാട്ടിലെ ഒരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു ചങ്ങാതി
അന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പോലും വർഗീയത കണ്ടുകൊണ്ട് സംസാരിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് നമ്മുടെ സ്പോട്ട് ലൈറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ടി കെ അഷ്റഫ് സാഹിബ് എന്ന സ്പോട്ട് ലൈറ്റിൽ പറഞ്ഞു, ജാതി മത ചിന്തകൾക്കതീതമായി മനുഷ്യന്മാർ ഒന്നിച്ചു നിന്ന് ഒരു ദുരന്തത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പോലും വർഗീയത കാണുന്ന ആളുകളെ മനസ്സെത്രമാത്രം ഇടുങ്ങിയതാണ് എന്ന ഒരു ആശയം ടി കെയുടെ സംസാരത്തിൽ വന്നു. അത് അറബിക്ക് പരിഭാഷപ്പെടുത്തിയ ഷെയ്ഖ് റയീസിന് അയച്ചു കൊടുത്തു. ജാതി മത ചിന്തകളൊന്നും വേണ്ട, അതിനൊക്കെ അപ്പുറത്തേക്ക് പോകണമെന്നാണ് ബിസ്തം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അറബി പരിഭാഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ധാരണ ഇപ്പോൾ എവിടെയെങ്കിലും ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരു സംഘടനയെ പറ്റി നമ്മോടൊരാളിപ്പോൾ ഇങ്ങനെ ഒരു അയച്ചാൽ നമ്മളെന്താ പറയുക? സ്വാഭാവികം നമ്മളെന്ത് പറയാം? എങ്കിൽ പിന്നെ അവർ സലഫികളല്ലാന്ന് നമ്മളും പറയും. അത് മാനുഷികമാണ്. അതിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ഒരു ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ, അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സ്കൂൾ ലീഡർ സാധാരണ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്ന സംവിധാനമാണ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഒരു മത്സരം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഒരു ബോക്സ് വെച്ച് എല്ലാവരും അതിലേക്ക് ഒരാളുടെ പേരെഴുതി ഇങ്ങനെ ഒരു വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി അവർക്കിടയിൽ നിന്ന് ലീഡർ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നപ്പോൾ അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ചെറിയ പ്രായം മുതൽ തന്നെ ഇവർ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുവാനും അതിൽ ഭാഗമാക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതാണ് ബിസ്തത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്നും പിന്നാലെ കൂടി മൈക്രോസ്കോപ്പ് വെച്ച് അതിനെ തെറ്റായ തലത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊണ്ടുപോയി ഷെയ്ഖിൻ്റെ പിന്നാലെ 2-3 വർഷങ്ങളായി ചില ആളുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില വിശദാംശങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചില ചോദിക്കാൻ അവസരമുണ്ടായി. നമ്മൾ ചോദിച്ചു. ചിലത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, ചിലത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സത്യമാണ്. കാരണം ഇങ്ങനെ ഒരാളുടെ മനസ്സിൽ വർഷങ്ങളായി ഉണ്ടാക്കി കൊടുത്ത ചില ധാരണകളെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ ഒന്നിച്ചിരിക്കുമ്പോഴോ സംസാരത്തിൽ മാത്രം തിരുത്താൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല ഭാഷാ പരിമിതികൾ നമുക്കുണ്ട്, നമ്മുടെ സാഹചര്യ പരിമിതികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചില ഭാഗങ്ങൾ അദ്ദേഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഇൻഷാല്ലാഹ് ഇനി നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത്തരമൊരു സംഗതിയെ ഇവർ ദുരുപയോഗം ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് ബിസ്തത്തിനെതിരായി ചിന്തിപ്പിക്കുകയും അദ്ദേഹത്തെ കൊണ്ടൊരു വീഡിയോ അവർ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയാണ് പൊതുവെ അങ്ങനെ ഇവിടെ പ്രചരിച്ചു വരുന്നത്. നമുക്കത് ഷെയ്ഖിനോട് പ്രത്യേകിച്ച് നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു വെറുപ്പോ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊരു ജീവിത തപസ്സയാക്കി മാറ്റി, ഇതൊരു അജണ്ടയാക്കി മാറ്റി, ഇത്തരം ഫിത്നകൾക്ക് വേണ്ടി മാത്രം ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ, അവർ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ബിസ്തത്തിൽ ആരും അംഗീകരിച്ചില്ല എന്നുള്ളതല്ല. അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീനിനെ ശരിയായ സലഫിയത്തിൽ നിന്ന് സലഫി മനസ്സിൽ നിന്നുകൊണ്ട് ദഅവത്ത് നടത്തണം എന്നതാണ് നമ്മളെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. മാനുഷികമായ പോരായ്മകൾ, അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ അബദ്ധമുണ്ടെങ്കിൽ, ഇത്തരം ആളുകൾക്ക് ഗുണകാംക്ഷയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് ശരിയല്ല, ഇത് നിങ്ങളെ മനഹജിനെതിരാണ്, സലഫിയത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയണേ അതൊന്നും പ്രശ്നം ഞങ്ങൾ സലഫിയത്ത് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. അതൊന്നുമില്ലാതെ എന്തും ഏതും അറബിയിൽ പരിഭാഷപ്പെടുത്തി ചില ഷെയ്ഖുമാർക്ക് അയച്ചു കൊടുത്ത് നമുക്കെതിരെ അവരൊക്കെ സംസാരിച്ച് കിട്ടുന്ന ആഗ്രഹിക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർ റബ്ബിനെ സൂക്ഷിക്കട്ടെ എന്ന് മാത്രമേ അത്തരം ആളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. അല്ലാഹു അഅലം. അടുത്ത ഒരു ചോദ്യമുള്ളത്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ സലഫികൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ തൗഹീദിൽ വെള്ളം ചേർക്കുന്നില്ല, കർമാനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റവുമില്ല, സമസ്തക്കാരേക്കാൾ ബന്ധം സ്ഥാപിക്കാൻ ഇവരാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് അവരുമായി ബന്ധം സ്ഥാപിക്കാത്തത്? ഒരിക്കലും ശരിയല്ല. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുമായി എല്ലാ രംഗത്തും നമുക്ക് വിയോജിപ്പുണ്ട്. വിശ്വാസ മേഖലകളിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ലല്ലോ. തൗഹീദ് മനുഷ്യൻ്റെ അഖീദയുടെ ഈമാനിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അൽ ഈമാൻ ഷുഅബ, 70 ശാഖകളാണ് ഈമാൻ. അല്ലാതെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വാസം എല്ലാം ക്ലിയറായി എന്നർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ഖദരിയാക്കൾ തൗഹീദ് ഉലൂഹിയത്തിൽ പക്ഷേ തെറ്റിയിട്ടുണ്ടാവില്ല, ഖദറിൽ തെറ്റിപ്പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നായിരുന്നു. ഷിയാക്കൾ സ്വഹാബിമാരുള്ള നിലപാടിൽ തെറ്റിയപ്പോഴേക്ക് അവരെ ശക്തമായ ഭാഷയിലാണ് മുസ്ലിം ലോകം ഏത് കാലത്തും എതിർത്ത് പോന്നിട്ടുള്ളത്. അപ്പോൾ എന്നതുപോലെ ഖാദിയാനികളുടെ അടിസ്ഥാനത്തിൽ തന്നെ അബദ്ധമാണ്. വിശുദ്ധ ഖുർആനെ പോലും, നമ്മൾ ഇന്ന് കാണുന്ന ഖുർആനെ പോലും ശരിയായ രൂപത്തിൽ അംഗീകരിക്കുന്നവരല്ല ഖാദിയാനികൾ. ഹദീസുകളെ, മഹാഭൂരിപക്ഷം ഹദീസുകളെയും തള്ളിക്കളയുകയും തങ്ങൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന ചില ഹദീസുകളെ തങ്ങളുടെ ഇഷ്ടപ്രകാരം അർത്ഥം വെച്ചുകൊണ്ട് അതുമാത്രം അവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഖാദിയാനികൾ. മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു നബി ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും അങ്ങനെ നബിയാണ് ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ട് മിർസയെക്കുറിച്ച് ഒരു നബിയാണ് എന്ന് വാദിച്ച് രംഗത്ത് വരികയും ചെയ്ത ആളുകളാണ് ഖാദിയാനികൾ. ഈസാ നബിയുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടേ അല്ല ഖാദിയാനികൾക്കുള്ളത്. മഹ്ദിയുടെ വിഷയത്തിൽ
മുസ്ലിം ലോകം അഹ്ലുസുന്ന സ്വീകരിച്ച് പോകുന്ന വിശ്വാസമേ അല്ല ഖാദിയാനികൾക്കുള്ളത്. അതേപോലെ വിശ്വാസത്തിൻ്റെ മറ്റു 6 മേഖല എടുത്താലും ഈമാൻകാരി 6 എടുത്താലും ആ 6ലും ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഖാദിയാനികൾ. അതുകൊണ്ട് മുസ്ലിം ലോകം പൊതുവെ ഖാദിയാനികൾ മുസ്ലിമീങ്ങളല്ല എന്ന് വിധി എഴുതുകയും ഇസ്ലാമിന് പുറത്തു പോയ ആളുകളാണ്, അവർ അവിശ്വാസികളാണ് എന്ന് മുസ്ലിം ഉമ്മത്ത് ഏതാണ്ട് ഇജ്മാ ആയി തന്നെ സ്വീകരിച്ചു പോരുകയും ചെയ്ത വിഭാഗമാണ് ഖാദിയാനികൾ. അതുകൊണ്ട് അവരോട് ഒരു നിലക്കും നമുക്ക് ഒരു അഹ്ലുസുന്നയുടെ ബന്ധം പോയിട്ട് മുസ്ലിമീങ്ങൾ എന്ന ബന്ധം പോലും സ്ഥാപിക്കാൻ വകുപ്പില്ല. 2 ബന്ധമുണ്ടാകും. ഒന്ന്, അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ഒരു ആദർശ ബന്ധമുണ്ടാകും. 2, അതിനും കൂടി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ മുസ്ലിമീങ്ങൾ എന്ന പൊതുവൃത്തത്തിനുള്ളിലുള്ള ഒരു ബന്ധമുണ്ടാകും. ആ ബന്ധം പോലും വകവെച്ച് കൊടുക്കാൻ വകയില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഖാദിയാനികൾ എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. വിശദമായി നമ്മൾ പലപ്പോഴും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന മുഖാമുഖം ഈ ഖാദിയാനികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരാളം വശങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഒരു വൈജ്ഞാനികമായ വിഷയത്തെ പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു മുഖാമുഖമാണ് കൊച്ചി മുഖാമുഖം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ മുഖാമുഖത്തിൽ അബ്ദുൽ മാലിക് സലഫി ആണ് പ്രധാനമായും ഈ വിഷയം കൈകാര്യം ചെയ്ത് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു മുഖാമുഖം ഇത്തരം വിഷയങ്ങൾ, അവിടെ അപജയങ്ങൾ പഠിക്കാൻ പറ്റാവുന്ന ഒരു അവസരമായി കൂടി കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിജാബ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ അലിജാബ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ അവസരങ്ങളുണ്ട്. 90 20 840 840 എന്ന നമ്പറിൽ നിങ്ങൾക്ക് അലിജാബയിലേക്ക് നേരിട്ട് വിളിക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം കാണാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.